അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇവിടെ തന്നേക്കണത്. ഫോഴ്സ് 30 ന്യൂട്ടൺ മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഒരു ഫോഴ്സ് ഉണ്ട് 30 ന്യൂട്ടൺ ആണ് അതിൻ്റെ വാല്യൂ. അത് ഹൊറിസോണ്ടലായിട്ട് 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുകയാണ്. ഫൈൻഡ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ്. അതിന്റെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എഫ് എക്സും എഫ് വൈയും ആണ്. അതായത് ഈ തന്നിരിക്കുന്ന 30 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സിനെ റിസോൾവ് ചെയ്ത് അതിന്റെ എഫ് എക്സ് എഫ് വൈ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിച്ചേക്കണം. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എഫ് എക്സും വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് വൈ ആണ്. വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 30 ആണ്, ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പോൾ അത് എക്സ് ആക്സിസ് ആയിട്ടാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ കോസിന്റെ കമ്പോണന്റ് എക്സിൽ വരും. അതായത് എഫ് എക്സ് ഇസിക്കൽ ടു എഫ് കോസ് തീറ്റ എന്ന് വരും. തീറ്റയുടെ വാല്യൂ 30, എഫിന്റെ വാല്യൂ 30. അപ്പോൾ വാല്യൂ 25.98 എന്ന് വരും. ഇനി ഇവിടെ 30 കോസ് തീറ്റ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഫ് വൈയുടെ സ്ഥാനത്ത് എന്ത് വരും? 30 സൈൻ തീറ്റ എന്ന് വരും. അപ്പം അങ്ങനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. അടുത്ത റിസൾട്ടന്റ് ഓഫ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ആണ്. കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ കോപ്ലാനാറിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്ലെയിനിൽ ഇരിക്കുന്ന ഫോഴ്സുകൾ എന്നാണ്. കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഫോഴ്സുകൾ എന്നാണ്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ F1 ഉണ്ട്, F2 ഉണ്ട്, F3 ഉണ്ട്, F4 ഉണ്ട്. ഇത്രയും ഫോഴ്സുകളുണ്ട്. ഇത്രയും ഫോഴ്സുകൾ കടന്നു പോകുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ട് അല്ലേ? അങ്ങനെ ഒരു കോമൺ പോയിന്റിലൂടെ ഈ ഫോഴ്സുകളൊക്കെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇത് നമുക്ക് കൺകറന്റ് ഫോഴ്സുകൾ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. ഫോഴ്സുകളെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനെ റിസോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഒന്നിലധികം ഫോഴ്സുകളുണ്ട്. അപ്പോൾ ഓരോ ഫോഴ്സിനും എടുക്കുക. ഫസ്റ്റ് ഫോഴ്സ് F1 എടുക്കുക. അതിന്റെ രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് വേണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് അറിയാം. അപ്പം ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത ഫോഴ്സ് F2 എടുക്കുക. F2നെ രണ്ട് കമ്പോണന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. F2ന്റെ ഒരു കമ്പോണന്റ് ഇവിടെ വരും, അടുത്ത കമ്പോണന്റ് ഇവിടെ വരും. ഇനി അതുപോലെ തന്നെ F3 എടുക്കുക. F3യുടെ ഒരു കമ്പോണന്റ് ഇവിടെ വരും, അടുത്ത വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ വരും. അതിൽ F4ന്റെ എടുക്കുക. F4ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇവിടെ വരും, വെർട്ടിക്കൽ കമ്പോണന്റ് ഇവിടെ വരും. അങ്ങനെ ഈ എല്ലാ ഫോഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്തെടുക്കുക. F1, F2, F3. അപ്പോൾ നമുക്ക് ഈ ഇപ്പൊ നമ്മൾ ആദ്യം നോക്കുവാണെങ്കിൽ ഈ F1, F2, F3, F4 ഒന്നും എക്സോ വൈയോ ആക്സിസിലല്ല കിടക്കുന്നത്. ഇതിന്റെയൊക്കെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്നത്. പക്ഷെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫോഴ്സുകളൊക്കെ ഈ എക്സ് ആൻഡ് വൈ ആക്സിസിലോട്ട് വരും. അപ്പൊ എക്സ് ആൻഡ് വൈ ആക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സ് ആക്സിസിൽ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? വലത്തോട്ടുള്ളത് പോസിറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇടത്തോട്ടുള്ളത് നെഗറ്റീവ് സൈൻ ആയിരിക്കും. രണ്ട് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിലെ ടോട്ടൽ ഫോഴ്സ് കിട്ടും. ഇനി വൈ ആക്സിലെ ടോട്ടൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൈയിൽ വരുന്ന ടോട്ടൽ ഫോഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യണം. ഇപ്പൊ എക്സിലുള്ള ഫോഴ്സുകൾ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫ് എക്സ് കിട്ടും. വൈയിൽ വരുന്ന എല്ലാ ഫോഴ്സുകളും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എഫ് വൈ കിട്ടും. എഫ് എക്സും എഫ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. റിസൾട്ടന്റ് R. അതായത് ഈ എഫ് എക്സും എഫ് വൈയും മൂലമുള്ള റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ R = റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ എന്നാണ്. ഈ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഈ എക്സ് ആക്സിസിലെ ടോട്ടൽ ഫോഴ്സിന്റെ സമ്മെന്നാണ് ഈ സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ. സിഗ്മ എന്ന് പറയുന്നത് തന്നെ സമ്മേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സം ചെയ്യുക. അതായത് എക്സ് ആക്സിസിലെ എല്ലാ ഫോഴ്സും തമ്മിൽ ആഡ് ചെയ്യുക. അതുപോലെ സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വൈ ആക്സിസിലെ എല്ലാ ഫോഴ്സും തമ്മിൽ ആഡ് ചെയ്യുക. അതിനുശേഷം സ്ക്വയർ ചെയ്യുക. ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് R കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റിസൾട്ടന്റ് ഫോഴ്സ്. ഇനി അങ്ങനെ കണ്ടുപിടിക്കുന്ന റിസൾട്ടന്റിന്റെ പൊസിഷൻ, അതായത് ആ റിസൾട്ടന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ കിട്ടണമെങ്കിൽ, ആൽഫയിൽ തീറ്റാന്ന് പേര് കൊടുക്കാം, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടാൻ ആൽഫ = സിഗ്മ എഫ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എക്സ് ചെയ്താൽ മതി. ഓക്കെ. ഇനി അതിൻ്റെ അകത്ത് ആൽഫ നമുക്ക് ടാൻ ആൽഫ അല്ല, ആൽഫ എന്ന് പറയുന്ന ആംഗിൾ സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഈ ടാനിനെ പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഈ ടാൻ ഇവിടെയുള്ള ടാൻ അപ്പുറം പോകുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് ആവും. ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എക്സ് ആവും. നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സുകൾ ഉണ്ട്. ടു ഫോഴ്സസ് പി ആൻഡ് ക്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് 25 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ്. 25 ന്യൂട്ടണും 10 ന്യൂട്ടണും ഫോഴ്സ് എന്താണ്? പി ആൻഡ് ക്യൂവിൽ ആക്ട് ചെയ്യാം. ദ ഫോഴ്സ് പി ആൻഡ് ക്യൂ മേക്ക് ആംഗിൾ 15 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി മെഷേർഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് വിത്ത് ഹൊറിസോണ്ടൽ. ഈ ഫിഗർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കേട്ടോ. ഇത് വായിച്ചു നോക്കിയിട്ട് നമ്മൾ വരയ്ക്കുന്ന സാധനമാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ്. പിയുടെ വാല്യൂ 25 ന്യൂട്ടണും ക്യൂവിന്റെ വാല്യൂ 10 ന്യൂട്ടണും. അത് രണ്ടും ഒരു പോയിന്റിൽ ആക്റ്റീവ് ആണ്. അപ്പോൾ കൺകറന്റ് ഫോഴ്സ് ആണ്.
ദ ഫോഴ്സസ് പി ആൻഡ് ക്യൂ മേക്ക് ആംഗിൾ 15 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. ഫോഴ്സ് പി എത്ര ആംഗിൾ മേക്ക് ചെയ്യും? ഫോഴ്സ് പി 15 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യും. ഫോഴ്സ് ക്യൂ 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യും. ആരായിട്ട്? ഒരു ഹൊറിസോണ്ടൽ വരച്ച് കഴിഞ്ഞാൽ ആ ഹൊറിസോണ്ടലായിട്ട് അതിനായിട്ട് എഴുതിയേക്കണം അവിടെ വിത്ത് ദ ഹൊറിസോണ്ടൽ. അത് എങ്ങനെയാ? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അതായത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ടർ ക്ലോക്ക് വൈസിൽ 15 ഡിഗ്രി ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? പി കിട്ടും. അതുപോലെ തന്നെ അവിടെ നിന്ന് താഴത്തുനിന്ന് 45 ഡിഗ്രി ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൽ തന്നിരിക്കുന്ന അവസ്ഥ, സിറ്റുവേഷൻ. അതോട്ട് ഇത് ഇവിടെ വരച്ച് വെച്ചാണ്. ഇനി നമുക്ക് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് അറിയാം, രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്നിക്ക് വെച്ചിട്ട് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതി. പി സിക്കൽ ടു 25 ന്യൂട്ടൺ, ക്യൂ സിക്കൽ ടു 10 ന്യൂട്ടൺ. ഇനി ഈ രണ്ട് ഫോഴ്സിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. ആദ്യം ഫോഴ്സ് പീനെ എടുത്തു. പി ആംഗിൾ മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസ് ആയിട്ടാണ് 15 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ കോസ് കമ്പോണൻറ്റ് എക്സിൽ വരും, പി കോസ് 15. ഇനി അതിൻ്റെ സൈൻ കമ്പോണൻറ്റ് എവിടെ വരും? നേരെ ഓപ്പോസിറ്റ് ഉള്ള ആക്സിസിൽ വരും. അതായത് പി സൈൻ 15 വൈ ആക്സിസിൽ വരും. പി കോസ് 15 എക്സിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളണം, അപ്പോൾ തന്നെ വൈ ആക്സിസിൽ എന്തായിരിക്കും വരുന്നത്? ആ കോസ് മാറ്റി സൈൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതുപോലെ അടുത്ത് ക്യൂ 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസ് ആയിട്ടാണ്. അപ്പോൾ കോസ് കമ്പോണൻറ്റ് എവിടെ വരും? എക്സിൽ വരും, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ക്യൂ കോസ് 45 വരും. ഇനി എക്സിൽ ക്യൂ കോസ് 45 വന്നു കഴിഞ്ഞാൽ വൈയിൽ എന്തായിരിക്കും? ക്യൂ സൈൻ ആട്ടോ. അവിടെ ക്യൂ സൈൻ 45 മിസ്റ്റേക്ക് ആണത്. ക്യൂ സൈൻ 45. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസിലോട്ട് ഈ രണ്ട് ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ ഫോഴ്സുകൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റിസോൾവ് ചെയ്ത ഫോഴ്സുകൾ മാത്രം മതി. നമുക്ക് റിസൾട്ടിൻ്റെ ആർ കണ്ടുപിടിക്കാനായിട്ട് ഈക്വേഷൻ നമുക്കറിയാം. ഈക്വേഷൻ അറിയാം. അതിൻ്റെ അകത്ത് എന്തൊക്കെ വേണം? സിഗ്മ എഫ് എക്സ് വേണം, സിഗ്മ എഫ് ഐ വേണം. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആക്സിലെ എല്ലാ ഫോഴ്സിനെയും തമ്മിൽ ആഡ് ചെയ്യാം. സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? വൈ ആക്സിസിലെ എല്ലാ ഫോഴ്സിനെയും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഇടണമെങ്കിൽ പി കോസ് 15 പ്ലസ് ക്യൂ കോസ് 45 അതാണ് ഇവിടെ എഴുതിയേക്കണേ. അതിൻ്റെ അകത്ത് വാല്യൂ സബ് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. ഇനി സിഗ്മ എഫ് ഐ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? പി സൈൻ 15 ഡിവൈഡ് പ്ലസ് ക്യൂ കോസ് 45 ചെയ്യുക, അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ. ക്വസ്റ്റ്യനിൽ നമ്മളോട് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എക്സ്. ഓക്കെ, അത് പി എന്നൊക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ എഫ് എന്നൊക്കെ പറയുന്ന ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന പേരത്. അത് എഫ് എന്നോ പി എന്നോ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് വൈയും എഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചേക്കണേ. അത് ഇക്വേഷനിലായിട്ട് ഡയറക്റ്റ് സബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ കേസിൽ 2 ഫോഴ്സ് ആയിരുന്നു, അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് 3 ഫോഴ്സായിട്ട് മാറി. അപ്പോൾ 3 ഫോഴ്സ് വരുമ്പോൾ എന്താ വ്യത്യാസം വന്നെ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 3 അല്ല 4 ഫോഴ്സ് ഉണ്ട്. F1, F2, F3, F4. 4 coplanar forces are acting at a point as shown in figure. Determine the resultant in magnitude and direction. Resultant കണ്ടുപിടിക്കണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഓരോ ഫോഴ്സിനെയും എക്സ് ആൻഡ് വൈ ആക്സിസിലോട്ട് റിസോൾവ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഫോഴ്സ് F1 എടുക്കുക. F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ടൊന്നുമില്ല, കാരണം അത് എക്സ് ആക്സിസ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതവിടെ കിടന്നോട്ടെ. രണ്ടാമത് F2 എന്ന് പറയുന്ന ഫോഴ്സിന് എടുക്കുക. അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ 60 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസ് ആയിട്ടാണ്. അപ്പോൾ ഇതിനെ താഴത്തോട്ട് കൊണ്ടുവന്ന് എന്ത് കിട്ടും? F2 കോസ് 60 കിട്ടും എക്സ് ആക്സിസിൽ. F2 കോസ് 60, അതായത് 2000 കോസ് 60. ഇനി ഇവിടെ F2 കോസ് 60 കഴിഞ്ഞാൽ അതിൻ്റെ സൈൻ കമ്പോണൻ്റ് എവിടെ വരും? വൈ ആക്സിസിൽ വരും. F2 സൈൻ 60 ഇവിടെ വരും. ആ കോസ് എന്നുള്ളടുത്ത് മാറ്റിയിട്ട് സൈൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ വെളിയിൽ പോയതാട്ടോ, ഇവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ 1000 എഴുതിയേക്കുന്നത് നമ്മുടെ ഫോഴ്സ് F1 ആണ്. അത് നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു ആക്സ് വരച്ചിട്ട് ഈ പറയുന്ന റിസോൾവ് ചെയ്ത കമ്പോണൻസ് ഫോഴ്സുകളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്ത് ചെയ്തേക്കണേ. ഇനി രണ്ടാമത് ഞാൻ F2 അല്ല എടുത്തത്. F2ൻ്റെ വാല്യൂ 2000 ആണ്. 2000 താഴത്തോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2000 ഇവിടെ കോസ് 60 എന്നാട്ടോ, കോസ് 60. ഇനി 2000 കോസ് 60 ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? 2000 സൈൻ 60 വരും, F2ൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്.
ഇനി അടുത്തത് F3 എടുക്കുക 5196. ആംഗിൾ മേക്ക് ചെയ്യുന്നത് ഇവിടെയാണ് 30 ഡിഗ്രി. അപ്പോൾ ഇതിനെ താഴത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ഇപ്പുറത്തോട്ട് എന്ത് കിട്ടും? 5196 cos 30 കിട്ടും. അതാണ് എഴുതി വെച്ചത്. ഇനി ഇവിടെ കോസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റുള്ള ആക്സിസിൽ എന്ത് വരും? സൈൻ വരും. ആ കോസ് മാറ്റി സൈൻ മാത്രമാക്കി കൊടുത്താൽ മതി. 5196 സൈൻ 30. ഇനി അതുപോലെ തന്നെ F4ന്റെ കേസിൽ F4നെ എക്സിലോട്ട് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4000 cos 60 എന്ന് കിട്ടും. 4000 cos 60 4000 cos 6 സോറി 4000 cos ഇവിടെ 4000 ഇത് cos 60 ആണ്. ഇവിടെ 4000 cos 60 ആണ് ഇവിടെ തന്നെ ഇത്. ഇനി 4000 cos 60 ഒരു ആക്സിസിൽ വന്നു കഴിഞ്ഞാൽ എക്സ് ആക്സിൽ വന്നു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റുള്ള വൈ ആക്സിസിൽ എന്ത് കിട്ടും? ആ കോസ് മാറ്റി സൈൻ ആക്കി കൊടുത്താൽ മാത്രം മതി. 4000 sin 60. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിൽ വരുന്ന എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്താൽ മതി. സിഗ്മ എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വൈ ആക്സിൽ വരുന്ന എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ സൈൻ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നിന്ന് വലത്തോട്ടുള്ളതിനൊക്കെ നമ്മൾ പോസിറ്റീവ് കൊടുക്കും. അങ്ങനെയാണ് ഇടത്തോട്ടുള്ളത് എന്ത് കൊടുക്കും? നെഗറ്റീവ് കൊടുക്കും. അപ്പോൾ ഇത് ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 5096 മൈനസ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തേക്കണം. 1000 പ്ലസ് 2000 cos 60 പ്ലസ് 4000 cos 30 മൈനസ് 5196 cos 30. ഇതിന് മാത്രം മൈനസ് വരാനുള്ള കാരണം ഇത് ഇടത്തോട്ടാണ്, ബാക്കിയൊക്കെ വലത്തോട്ടാണ്. അതുപോലെ FY കണ്ടുപിടിക്കുന്ന സമയത്തും മേലോട്ടുള്ളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കും, താഴത്തോട്ടുള്ളതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കും. അതുകൊണ്ടാണ് 4000 sin 60ക്ക് നെഗറ്റീവ് വരാൻ കാരണം, മൈനസ് വരാൻ കാരണം. അപ്പോൾ അങ്ങനെ സിഗ്മ എഫ് എക്സും സിഗ്മ FYയും കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മുടെ ഇക്വേഷനിലോട്ട് ആറിൻ്റെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിൻ്റെ 6 കിട്ടും. കണ്ടുപിടിക്കാനായിട്ട് tan ഇൻവേഴ്സ് സിഗ്മ FY ഡിവൈഡ് ബൈ സിഗ്മ, അതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല വേണ്ട, നിങ്ങൾ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിൽ ഒന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. അത്ര ഡിഫിക്കൽട്ട് ഇല്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യനുകളെ അപേക്ഷിച്ച് കുറച്ചധികം വർക്ക് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സപ്പോർട്ട് ഉണ്ട്, എ ആൻഡ് ബി. ഈ ആൻഡ് ബിയിൽ ഒരു സ്ട്രിങ് താഴത്തോട്ട്, 2 സ്ട്രിങ്ങുകൾ താഴത്തോട്ട് അറ്റാച്ച് ചെയ്ത് കാണാം. ഇനി ഇവിടെ നിന്ന് ഒരു പുള്ളി ഉപയോഗിച്ചിട്ട് താഴത്തോട്ട് ഒരു 150 ന്യൂട്ടൺ ഫോഴ്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വെയിറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, ഫോഴ്സിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. ഫോഴ്സിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഈ എരിയ സ്ഥാനത്ത് ഇപ്പുറത്തോട്ട് എടുത്ത് വരയ്ക്കുക. താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റ് 150 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്ക് 150 എന്നുള്ളത് അറിയാം, താഴത്തോട്ട് ഈസി ആയിട്ട് വരയ്ക്കാം. ഇനി ഇത് 2 സ്ട്രിങ് ആണെന്ന് പറഞ്ഞാൽ, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും സാധനം ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ് സ്ട്രിങ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ സ്ട്രിങ്ങിൽ നമ്മൾ വരുന്ന ഫോഴ്സ് ഏതാണെന്നുള്ളത് നമുക്കറിയാം, ടെൻഷനാണ്. ആ ടെൻഷൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെ ഇരിക്കും? സ്ട്രിങ്ങിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് മേലോട്ടായിരിക്കും. ഓപ്പോസിറ്റ്, അത് വെയിറ്റ് താഴത്തോട്ടാണെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് നേരെ മേലോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ടെൻഷൻ, സ്ട്രിങ്ങിലുള്ള ടെൻഷൻ, എയിലുള്ള ടെൻഷൻ TAയും ബിയിലുള്ള ടെൻഷൻ TB, അത് 2 നമ്മൾ വരച്ചു. അപ്പോൾ ഇങ്ങനെ 3 ഫോഴ്സ് കിട്ടും. ഈ 3 ഫോഴ്സ് എന്ത് ഫോഴ്സാണ്? ഒറ്റ പോയിന്റിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ആ ഫോഴ്സ് എന്ത് ടൈപ്പ് ഫോഴ്സാണ്? കൺകറന്റ് ഫോഴ്സാണ്. നമുക്ക് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മളോട് പറഞ്ഞത് റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിരുന്നു. അതേപോലെ അതായത് ഈ എല്ലാ ഫോഴ്സിന്റെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ എല്ലാ ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് തരുമായിരുന്നു. 3 ഫോഴ്സിന്റെ വാല്യൂ വരും. അതിനുശേഷം റിസൾട്ടന്റും ആ റിസൾട്ടിന്റെയും ഡയറക്ഷൻ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാ ഫോഴ്സിന്റെയും വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് TAയും TB എന്താണെന്ന് അറിയില്ല. ആ ടെൻഷൻ എയും ടെൻഷൻ ബിയും, എ എന്ന് പറയുന്ന സ്ട്രിങ്ങിലും ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റിസൾട്ടന്റ് അല്ല. അതാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്ന വ്യത്യാസം. പ്രൊസീജിയർ സെയിം ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെ എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ടല്ലോ, എക്സ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. ഈ 2 ആക്സിസിലോട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഫോഴ്സുകളൊക്കെ റിസോൾവ് ചെയ്യണം. ആംഗിളുകളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ TB നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ഈ എക്സ് ആക്സിൽ ഇവിടെ എന്ത് വരും? TB cos 30 വരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വൈയിൽ എന്ത് വരും? TB sin 30 വരും. അത് നിങ്ങൾ വരയ്ക്കണം, ഓട്ടോ സെപ്പറേറ്റ് ഇതിനകത്ത് വരച്ചിട്ടില്ല. ഇനി TAനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ TA cos 45 വരും, മേലെ TA sin 45 വരും. ഇനി 150നെ റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 150 cos 60 വരും, ഇവിടെ 150 sin 60 വരും. അപ്പോൾ എക്സിലും വൈയിലുമായിട്ട് നമുക്ക് കുറേ ഫോഴ്സുകൾ കിട്ടും.
എക്സിലെ ഫോഴ്സുകൾ എല്ലാം കൂടെ ആഡ് ചെയ്യുക സിഗ്മ എഫ് എക്സ്, വൈയിലെ ഫോഴ്സുകളെല്ലാം ആഡ് ചെയ്യുക സിഗ്മ എഫ് വൈ. ഇനി ഇവിടെ ഈ ഫോഴ്സ്, ഈ പറയുന്ന ടെൻഷൻ ടിയും ടിബിയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതായത് ഈ പറയുന്ന ഒരു സിസ്റ്റം പക്ക ഇക്വിലിബ്രിയത്തിലാണ്. അതായത് എക്സ് ആക്സിസിലെ എല്ലാ ഫോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും വൈ ആക്സിസിലെ എല്ലാ ഫോഴ്സ് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, സിഗ്മ എഫ് എക്സ് ഇസിക്കൽ 0, സിഗ്മ എഫ് വൈ ഇസിക്കൽ 0. ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ടിയും ടിബിയും കണ്ടുപിടിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം സിഗ്മ എഫ് എക്സ് ഇസിക്കൽ 0. അപ്പോൾ എഫ് ഇവിടെ എന്താ, നമ്മളിവിടെ നേരത്തെ വരച്ചില്ലായിരുന്നു, അതിൻ്റെ അകത്ത് എക്സിൽ വരുന്ന എല്ലാ ഫോഴ്സും നമ്മൾ ആഡ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് മൈനസ് ടി എ കോസ് 45 എന്ന് വരാൻ കാരണം അത് നമ്മൾ വരച്ച് കഴിയുമ്പോൾ അത് ഇവിടെ ആയിട്ടായിരുന്നു തന്നെ, അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് മൈനസ് വന്നത്. ടി ബി കോസ് 30 പോസിറ്റീവ് വരാൻ കാരണം അത് ഇപ്പുറ സൈഡിലോട്ട് തന്നെ, നിങ്ങൾ വരച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് എന്ന ഒരു കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് വൈ ഇസിക്കൽ 0. അപ്പോൾ അതുപോലെ തന്നെ എഫ് വൈയിൽ വരുന്ന എല്ലാ ഫോഴ്സും തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ആഡ് ചെയ്തിട്ട് കോസ് 45ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാം, കോസ് 30യുടെ വാല്യൂ കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാം. അതുപോലെ ബാക്കി എല്ലാം ആഡ് ചെയ്ത് ടി എ ടി ബി ഉള്ള ഒരു ഇക്വേഷൻ നമുക്ക് അടിയിൽ കിട്ടും. അതിന് ഇക്വേഷൻ 1 എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യും ഇത്. ഇനി അതേപോലെ സിഗ്മ എഫ് ഐയുടെ കേസിൽ നമ്മൾ റിസോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ 2 കിട്ടും. ഇക്വേഷൻ 1ലും ടി എൻ ടി ബി ഉണ്ട്, ഇക്വേഷൻ 2ലും ടി എൻ ടി ബി ഉണ്ട്. നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്യണം എന്തിനാണെന്നറിയോ? ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, ഈ ഒരു കമ്പോണൻറ്റ് -0.707 ടി എ, ഇവിടെ എന്താ പോസിറ്റീവ് 0.707 ടി എ. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്, പക്ഷെ ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ് ആണെന്നുള്ളൂ. -1 തമ്മിൽ +1 തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് 0 ആയിരിക്കും കിട്ടണം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ആ ടിയുടെ ഒരു ടേം ക്യാൻസൽ ആയി പോയിക്കോളും. അപ്പോൾ നമുക്ക് ടിവിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ചെയ്യണത്. അടുത്ത് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 1.36 ടി ബി എന്ന് കിട്ടും. ഇനി 225 ഇവിടെ ആഡ് ചെയ്യണം, പക്ഷെ ഇവിടെ മൈനസ് ആണ്. അപ്പം 225 മൈനസ് 129.9 ചെയ്യുമ്പോൾ 95.1 കിട്ടും. അപ്പോൾ ടിയുടെ ടൈം ഇവിടെ 0 ആയി പോയി, അതുകൊണ്ട് എഴുതാത്തത്. 1.366 ടി ബി പ്ലസ് 95.1 ഇസ് ഇക്വൽ ടു 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. 95.1 അപ്പുറത്തോട്ടില്ല, അപ്പോൾ -95.1 ആവും. ഇനി ടി ബി കണ്ടുപിടിക്കാനായിട്ട് 1.36 അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പുറം പോയി ഇപ്പോൾ ഡിവിഷനായി. ടി ബിയുടെ വാല്യൂ ഇത്രയും കിട്ടും. ഇനി ടി ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 1 2 ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കാരണം എന്താ, ഇപ്പം ഇവിടെ ടി ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. പിന്നെ ടി എ മാത്രമാണല്ലോ അറിയില്ലാത്ത വാല്യൂ ആയിട്ടുള്ളൂ. ടിയുടെ വാല്യൂ ആദ്യം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചേക്കുന്നത് അടിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വയം ചെയ്തു വെക്കുക. ചെയ്തു വെച്ചിട്ടുണ്ട്, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പിന്നെ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ക്ലാസ്സിൽ ചെയ്തപ്പോൾ ഈ ഒരു ക്വസ്റ്റിനൊക്കെ പാരലോഗലം തിയറി എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ പാരലോഗലം ലോ എന്ന് പറയുന്ന ഒരു ലോ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. രണ്ട് ഫോഴ്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു പാരലോഗലം വരയ്ക്കും. ആ പാരലോഗലത്തിൻ്റെ ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൻ്റെ കിട്ടും. റിസൾട്ടിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതില്ലാതെ ഈ ജസ്റ്റ് ഇങ്ങനെ റിസോൾവ് ചെയ്തും നമുക്ക് ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്താ, ഒരു മെത്തേഡ് പഠിച്ചാൽ മതി. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഈ മെത്തേഡിൽ തന്നെ പാരലോഗലം യൂസ് ചെയ്യാതെ നമ്മളിപ്പോൾ ഈ പഠിച്ച മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇവിടെ നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് രണ്ട് ഫോഴ്സ് 100 ന്യൂട്ടൺ 50 ന്യൂട്ടൺ പി ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സുകളുണ്ട്. ഇവിടെ 15 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഈ രണ്ട് ഫോഴ്സുകളുടെ ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി. നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് ഈ പറയുന്ന ഫോഴ്സുകളൊക്കെ റിസോൾവ് ചെയ്യണം. 50നെ റിസോൾവ് ചെയ്യുമ്പോൾ 50 cos 15, താഴെ 50 cos 15 കിട്ടും. കാരണം ഇവിടെ ആംഗിൾ 15 ആണ്. ആ 15 എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സ് ആയിട്ടാണ്. 50 cos 15. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആക്സിൽ എന്ത് കിട്ടും? 50 sin 15. ഓക്കെ, ഇനി 100നെ റിസോൾവ് ചെയ്യുമ്പോൾ 100 താഴത്തോട്ട് കൊണ്ടുവരണം. അപ്പം 100 cos 30 അല്ല, കാരണം ഈ 30 എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ എത്തിയുള്ളൂ, പി വരെ എത്തിയുള്ളൂ. നമുക്ക് എവിടം വരെ എത്തണം? താഴെ വരെ എത്തണം. 30 + 15 ആണ് ടോട്ടൽ ആംഗിൾ. അത് ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ഡിഗ്രിയാണ്. താഴത്തോട്ട് കൊണ്ടുവരുമ്പോൾ 100 cos 45 എന്നാണ് കൊടുക്കേണ്ടത്. ഇനി നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ എന്ത് വരും? 100 sin 45. അപ്പം ഇങ്ങനെ
നമുക്ക് രണ്ട് ആക്സിലോട്ടും ഫോഴ്സുകൾ റിസോൾവ് ചെയ്തെടുക്കാം. ഇനി സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകളും തമ്മിൽ ആഡ് ചെയ്യണം. സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സുകളും തമ്മിൽ ആഡ് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്ത് വെച്ചാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക എത്രയാണെന്നുള്ളത്. ഉത്തരം കണ്ടുപിടിക്കുക. അതിനുശേഷം റിസൾട്ടിന്റെ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. അതുപോലെ തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എക്സ്. ചെയ്ത് നോക്കി അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക നിങ്ങൾ സ്വയം. പഠിക്കാനുള്ളത് ലാമിയസ് തിയറം കേട്ടോ. ഇപ്പോൾ ലാമിയസ് തിയറത്തിന്റെ കേസിൽ ലാമിയസ് തിയറം എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a body is in equilibrium under the action of 3 concurrent force, 3 കൺകറന്റ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന കൺകറന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സുകൾ 3 കൺകറന്റ് ഫോഴ്സുകൾ ഇക്വിലിബ്രിയത്തിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഈച്ച് ഫോഴ്സ് ഓരോ ഫോഴ്സും എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സസ്. അതായത് ഓരോ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ ഫോഴ്സ് എന്താണ് ബാക്കി രണ്ട് ഫോഴ്സിന്റെ ഇടയിലുള്ള ആംഗിളിന്റെ സൈനിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഇവിടുത്തെ ലാമീസ് തിയറം പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോഴ്സ് എടുക്കണം, ഫോഴ്സ് പി എടുത്തു കഴിഞ്ഞാൽ ആ ഫോഴ്സ് പി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സസ്. ബാക്കി രണ്ട് ഫോഴ്സ് ആയിരിക്കുക ക്യൂവും ആറും. ആ ക്യൂവും ആറിന്റെ ഇടയിലുള്ള ആംഗിൾ ആൽഫയാണ്. ആ ആൽഫയുടെ സൈൻ വാല്യൂനോട്, അതായത് സൈൻ ആൽഫയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ലോ തിയറി. നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ പക്ഷേ ഫിഗർ വെച്ചിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ ഈ രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഇപ്പം പി എടുക്കുകയാണ്, ഫസ്റ്റ് ഫോഴ്സ് പി എടുത്തു കഴിഞ്ഞാൽ പി ഡിവൈഡഡ് ബൈ അടിയിൽ സൈൻ, എല്ലാത്തിൻ്റെ അടിയിൽ സൈൻ തന്നെ കേട്ടോ. സൈൻ ഏത് ആംഗിൾ വേണമെന്ന് എങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്? ഈ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി രണ്ട് ഫോഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ വേണം കൊടുക്കാനായിട്ട്. ഇപ്പൊ ക്യൂ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ കൊടുത്തേക്കണേ? പിന്റെയും ആറിന്റെ ഇടയിലുള്ള ആംഗിൾ. അപ്പൊ ആറ് എടുത്തപ്പോൾ എന്താ ചെയ്തേക്കണേ? പിന്റെയും ക്യൂവിന്റെ ഇടയിലുള്ള ആംഗിൾ ഗാമ. ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. അപ്പൊ തിയറി ക്വസ്റ്റൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അന്നേരം ഈ ഒരു ഇത്രയും പാർട്ടും പഠിച്ചു വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ എഴുതുക, പടം വരയ്ക്കുക. ഇക്വേഷൻ കാണാൻ പടം പിടിച്ചു വെക്കണ്ട. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിനനുസരിച്ചാണ് ഇക്വേഷൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകളൊക്കെ ഈ ആംഗിളിനൊക്കെ ആൽഫ, തീറ്റ, ഗാമ എന്ത് പേരുകൊണ്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ഫിഗറിൽ നിന്നാണ്. ഈസിയർ മെച്ചറുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. An electric light fixture 150 Newton hangs by two strings as shown in figure. Determine the tension in the string. അതായത് ഒരു ഇലക്ട്രിക് ബൾബ് 150 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഇലക്ട്രിക് ബൾബ് കൂടെ ഹാങ് ചെയ്തേക്കുവാണ്, തൂക്കിയിട്ടേക്കുവാണ്. രണ്ട് സ്ട്രിങ്ങയിലാണ് ഈ സാധനം അറ്റാച്ച് ചെയ്തേക്കുന്നത്. എന്നും ബിയിൽ നിന്നും ഈ രണ്ട് സപ്പോർട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ആദ്യത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് തന്നെയാണ്, താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റ് 150 ന്യൂട്ടൺ. ഇനി ഇത് രണ്ട് സ്ട്രിങ് ആയതുകൊണ്ട് മേലോട്ട് എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ടി എ ടി ബി എന്ന് പേര് കൊടുത്താൽ മതി, അതാണ് സിമ്പിൾ. ടി എ ടി ബി. അപ്പോൾ താഴത്തോട്ട് ഈ ഫിഗർ ഇറക്കി വരച്ചിട്ടുണ്ട്. ഇവിടെ ടി എ സി എന്നൊക്കെ ആയിട്ട് പേര് കൊടുത്താണ്. ടി എ ടി ബി എന്ന് പേര് കൊടുത്താൽ മതി, അതായിരിക്കും എളുപ്പം. ഓക്കെ, ആ ഫിഗർ എന്നിട്ട് നേരെ താഴത്തോട്ട് ഇറക്കി വരച്ചേക്കുക. ഫോഴ്സ് ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാനുള്ളൂ. പക്ഷേ ഈ ഫോഴ്സ് ഡയഗ്രം വരച്ചാൽ മാത്രം പോരാ, ഈ ഓരോ ഫോഴ്സുകളുടെ ഇടയിലുള്ള ആംഗിൾ നമുക്ക് അറിയണം. പക്ഷെ ക്വസ്റ്റ്യനിൽ ഓരോ ഫോഴ്സുകളുടെ ഇടയിലുള്ള ആംഗിൾ കൊടുത്തിട്ടില്ല. പകരം നമുക്ക് ഇവിടെ ഒരു 60 ഡിഗ്രി, ഒരു 45 ഡിഗ്രിയാണ് തന്നേക്കണേ. ഈ ഫോഴ്സുകളൊക്കെ 75, 135, 150 നമ്മൾ ഫിഗറിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ആംഗിൾസ് ആണ്. അപ്പം അത് കണ്ടുപിടിക്കാൻ അറിയണം. അത് കണ്ടുപിടിക്കാൻ അറിയാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. 45, 60 ഇവിടെ വന്നു. അപ്പോൾ 180 മൈനസ് 45 പ്ലസ് 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 45 പ്ലസ് 60 105. അപ്പോൾ ആ 105 180 നിന്ന് മൈനസ് ചെയ്താൽ 75 കിട്ടും. അതാണ് ഇവിടെ വന്നേക്കണം. 5 ഉണ്ട്. ഞാൻ ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഇവിടെ ഉള്ള പോലെ തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ താഴെ വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് 45 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിലേക്ക് പഠിച്ചേക്കണം. ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇത് 45. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ 45. ബാക്കി ഇത് ഇത്ര എന്താ? 90 ഡിഗ്രിയാണ്. അപ്പം 45 പ്ലസ് 90 എത്രയാ? 135. ആ 135 ഇവിടെ വന്നേക്കണം. ഇനി ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് മൊത്തം 360 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ 75, 35 നമുക്ക് ഓൾറെഡി കിട്ടി. പിന്നെ ബാക്കി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 150 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിളും ഫോഴ്സുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്ലൈയിങ് ലാമീസ് തിയറം അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫോഴ്സ് എടുത്താണ് ടി ബി ഡിവൈഡ് ബൈ സൈൻ ഇടുക. സൈൻ എല്ലാത്തിലും ഉണ്ട്. സൈൻ ആംഗിൾ ഏതാണ്? ഇപ്പൊ ടി ബി എന്ന് പറയുന്ന ഈ ഫോഴ്സ് എടുത്തു.
ഈ ഫോഴ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഏതെടുക്കണം? ബാക്കി രണ്ട് ഫോഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ, അതായത് 150 ഡിഗ്രി സൈൻ 150. ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി രണ്ട് ഫോഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ സൈൻ 135. ഇനി 150 എന്ന് പറയുന്ന ഫോഴ്സ് എടുക്കുവാണെങ്കിൽ 75 ഡിഗ്രി, ബാക്കി രണ്ട് ഫോഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ 75 ഡിഗ്രി സൈൻ 75. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ടി ബിയും ടി എയും ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ടി ബി കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. ടി കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വാല്യൂസും കിട്ടും. ടി ബി അപ്പോൾ ടി ബി കണ്ടുപിടിക്കാൻ നേരത്തെ ഈ ഇക്വേഷൻ ഇത് എടുക്കണ്ട, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ആകെ അറിയില്ലാത്ത വാല്യൂ എന്ന് പറയുന്നത് ടി ബിയുടെ വാല്യൂ മാത്രമേ അറിയില്ലാത്തുള്ളൂ. ഈ സൈൻ 150 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു എക്സ്പ്രഷൻ കിട്ടും. അതിൻ്റെ വാല്യൂ 77 കിട്ടും. അതുപോലെ തന്നെ ടി എം കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻസ് ഞാൻ പറഞ്ഞിരുന്നില്ല, അത് നിങ്ങൾ സ്വയം ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ ബോൾ ഈസ് സപ്പോർട്ടഡ് ബൈ എ സ്മൂത്ത് വാൾ ബൈ എ ടൈങ് റോഡ് ആസ് ഷോൺ ഫിഗർ. ഒരു ബോള് ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് വരുന്നത് ഈ ഒരു സ്ട്രിങ് ആണ്. അതുകൊണ്ടാണ് ഈ ബോൾ താഴ്ത്തോട്ട് പോകാത്തത്. ഈ രണ്ടാമത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് ഈ ഒരു വാള്, ഈ ഒരു ഭിത്തിയിൽ ഇങ്ങനെ ചാരിയാണ് ഈ ബോൾ കിടക്കുന്നത്. അപ്പോൾ ഈ ഭിത്തിയിലായിരുന്നു ഈ ബോൾ ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് പോയാൽ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കേസ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ ടൈ. അപ്പോൾ ഈ ടൈ വെച്ചാണ് നമ്മൾ ഈ കെട്ടി വെച്ചേക്കണ ബോൾ. അങ്ങനെയാണെങ്കിൽ ആ ടൈല് മേലോട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. അതേപോലെ വേറെ സാധനം കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ ഓഫ് ദ വാള്. ഇപ്പൊ ഈ ബോള് ഈ വാളിൽ ചാരിയിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർഫസിൽ ഒരു വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് താഴത്തോട്ട് ആക്ട് ചെയ്യും, മേലോട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ആരാ? റിയാക്ഷൻ R. അതേപോലെ തന്നെ ഇവിടെ ഈ ബോൾ ഇവിടെ ഈ സർഫസിൽ ചാരിയിരിക്കുമ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ബോൾ ഇപ്പുറത്തോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് റിയാക്ഷൻ ഫോഴ്സ് R. നമ്മൾ ചെയ്തേക്കണതാണ്. ഇപ്പോൾ റിയാക്ഷൻ R C എന്നാണ് ഇവിടെ പേര് കൊടുത്തേക്കണേ. പോയിന്റ് സിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന് ടി എന്ന് കൊടുത്താലും മതിയായിരുന്നു, അല്ലെങ്കിൽ ടി ബി എന്ന് കൊടുത്താൽ കുഴപ്പമില്ല. ടെൻഷൻ ടി, അല്ലെങ്കിൽ ടി എന്ന് കൊടുത്താലും കുഴപ്പമില്ല, വേറെ ടി ഒന്നും ഇല്ല. അപ്പോൾ ഈ ടിയും ആറും ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ടെൻഷനും റിയാക്ഷനും. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും ഫിഗർ വരുന്നത്. ടി ഇപ്പുറത്തോട്ട് 120 താഴത്തോട്ട്, R ഇതിലൂടെ ഡയറക്ഷൻ ഇതുകൂടെയാണ് കടന്നു പോകണം അല്ലേ. ഞാൻ ഇപ്പുറ സൈഡിൽ വരച്ചൊന്നുള്ളൂ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഇതുവരെയാണല്ലോ വരച്ച് ശീലിച്ചേക്കണേ. ഇനി ഇതിൻ്റെ എല്ലാം ഇടയിലുള്ള ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം, എന്നാലാണ് ഫിഗർ കംപ്ലീറ്റ് ആവുള്ളൂ. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് വിഷയമല്ല, ഒരു ആംഗിൾ കിട്ടി. ഇനി അടുത്ത ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ആംഗിൾ എത്രയാ? തീറ്റയാന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അതേപോലെ തന്നെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റയായിരിക്കും. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കണതാണ്. ഇതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് പാരലൽ ലൈൻ വരച്ചിട്ട് രണ്ട് പാരലൽ ലൈൻ രണ്ട് ലൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ലൈൻ ക്രോസ് വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും അതിൻ്റെ അകത്ത് വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു തിയറം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കണത്. അപ്പം ഇത് തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ എന്താണ്? ഈ ആംഗിളും തീറ്റയാണ്. ഓക്കെ, ഇനി ഇതൊരു സിംഗിൾ ലൈൻ ആയിരിക്കുമല്ലോ, ഇതൊരു സിംഗിൾ ലൈൻ ആയിരിക്കും. അപ്പം ഇത് തീറ്റയാണെങ്കിൽ ഇത് ടോട്ടൽ വരുന്നത് 180 ആണ്. ടോട്ടൽ ഈ ലൈനിൽ ടോട്ടൽ വരുന്നത് 180. അപ്പം ഇത്രയും ആംഗിൾ എത്ര വരും? 180 മൈനസ് തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 180. ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിൻ്റെ അകത്ത് തീറ്റ ഓൾറെഡി പോയി. അപ്പോൾ 180 മൈനസ് തീറ്റ. ഇത് 180, ഈ ആംഗിൾ 180 മൈനസ് തീറ്റ ആയിരിക്കും കേട്ടോ, ഈ കാണുന്ന ആംഗിൾ. ഇനി ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ കിട്ടണം അല്ലേ. അപ്പോൾ ഓൾറെഡി ഇവിടെ തീറ്റ വരെ അറിയാം. ഇനി തീറ്റ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇത്രയും ഭാഗം എത്രയാ? 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 പ്ലസ് തീറ്റ അല്ലേ. ഇത്രയുള്ള പരിപാടി. ഇവിടെ 90 ഡിഗ്രി, ഇവിടെ നമുക്ക് കിട്ടിയത് 90 പ്ലസ് തീറ്റ എന്നാ കേട്ടോ. 90 പ്ലസ് തീറ്റ. ഇവിടെ നമുക്ക് കിട്ടിയത് 180 മൈനസ് തീറ്റ. അങ്ങനെ 3 ആംഗിളും കിട്ടി. 3 ആംഗിളും ഫോഴ്സുകൾ അറിയാമെങ്കിൽ നമുക്ക് ടെൻഷൻ ടിയും R നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
ഓക്കെ. ഇനി ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ നമ്മൾ കൊടുത്തേക്കണം. തീറ്റയുടെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന സാധനത്തിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ട്രിഗണോമെട്രി യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചേനെ. അക്കോർഡിംഗ് ടു ട്രിഗണോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് അറിയാവുന്നതാണല്ലോ. സൈൻ തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയാ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ. സൈൻ തീറ്റ എന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എ സി ആട്ടോ. എ സി എന്ന് പറയുന്ന ലെങ്ത് ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ആണ്. ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതായത് എ സി ഡിവൈഡ് ബൈ എ ബി ആണ് സൈൻ തീറ്റ. അതായത് ഇനി എ സിയുടെ എ ബിയുടെ വാല്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ടേക്ക് ദ റേഡിയസ് ഓഫ് ദ ബോൾ ആസ് 5 സെന്റിമീറ്റർ. ഈ ബോളിന്റെ റേഡിയസ്, അതായത് ഈ ഒരു ലെങ്ത് എത്രയാ? എ സി എത്രയാ? 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 5. ലെങ്ത് ഓഫ് ദ റോഡ് 13 സെന്റിമീറ്റർ. ഈ റോഡിന്റെ ലെങ്ത്, അതായത് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് എ ബി 12 തന്നിട്ടുണ്ട്. 5/13 കിട്ടും. ഈ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? സൈൻ അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 5/13 കാൽക്കുലേറ്റർ അടിച്ച് കഴിഞ്ഞാൽ 22.62 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടുപിടിച്ച് നോക്കിയാലോ. 90 പ്ലസ് തീറ്റ 180 മൈനസ് തീറ്റ കിട്ടും. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ലാമീസ് തിയറം അപ്ലൈ ചെയ്യുക. ലാമീസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 120 നമുക്കറിയാം കേട്ടോ. വെയിറ്റ് 120 നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ടി കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യണം. ആറ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ടിയുടെ വാല്യൂ കിട്ടും, ആറിന്റെ വാല്യൂ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനകത്ത് ആകെ ഈ ഒരു ഫിഗറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്ത് എന്തും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫിഗറിലോട്ട് എത്താനായിട്ട് നമ്മൾ പഠിക്കണം. ഫിഗറിലോട്ട് എത്തി ആ ലാമീസ് തിയറത്തിന്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. കാണുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യാം, കാരണം നമ്മൾ കാണാത്ത ടൈപ്പ് ഒരു സംഭവം. പക്ഷെ നമ്മൾ ലാമീസ് തിയറം അപ്ലൈ ചെയ്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമ്മൾ ഈ ഒരു രണ്ട് സിസ്റ്റത്തിനെ ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് സിസ്റ്റം ആയിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു പോയിന്റ് ബി എടുക്കുക. പോയിന്റ് ബി എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് വെച്ചിട്ട് ചെയ്യുക. അതേപോലെ തന്നെ പോയിന്റ് സി എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ വെച്ചേക്കുക. ടെൻഷൻ ഇൻ ഓൾ സ്ട്രിങ്സ് എ ബി ബി സി ആൻഡ് സി ഡി. ഈ എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതൊക്കെ സ്ട്രിങ്ങുകളാണ്. വള്ളിയോ കയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ട്രിങ് ആണ്. ഓക്കെ. അപ്പൊ അതിന്റെ അകത്തൊക്കെ ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിന്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ബിയിൽ ഒരു 50 ന്യൂട്ടൺ വെയിറ്റ് ഹാങ് ചെയ്യുന്നുണ്ട്, സിയിൽ ഒരു 80 ന്യൂട്ടൺ വെയിറ്റും ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ബി എടുക്കുക. ഇതായിട്ട് പോയിന്റ് ബി ഫസ്റ്റ് ഈ കേസ് എടുത്താണ്. മേലൊന്ന് താഴത്തോട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കണം. അപ്പൊ മേലോട്ട് എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. അതിന് നമ്മൾ പേര് കൊടുക്കുന്നത് പി ബി എന്നാണ്, പി എ ബി എന്നാണ്. പി എ ബി എന്നിട്ട് പേര് കൊടുത്താണ് ടെൻഷൻ. ഇനി ഈ രണ്ട് ബിയും സിയും തമ്മിൽ സ്ട്രിങ് വെച്ച് അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പൊ അതുകൊണ്ട് ബിയിൽ നിന്ന് സിയിലോട്ട് എന്തുണ്ടാവും? ഒരു ടെൻഷൻ ഉണ്ടാവും. അത് നമ്മൾ പി ബി സി എന്ന് പേര് കൊടുത്തു. ഇനി താഴത്തോട്ട് ആരുള്ള വെയിറ്റ് 50 ന്യൂട്ടൺ, അതും കൊടുത്തു. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിഗറായി. ഇനി ഇതിന്റെ ഇടയിലുള്ള ഒരു ആംഗിൾ 125 ഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 90 ഡിഗ്രി എന്നുള്ളത് ആർക്കും മനസ്സിലാവും. 90 ഡിഗ്രി എന്നുള്ളത്. പിന്നെ ബാക്കി മൊത്തം 360 തന്നെ. 125 90 ഓൾറെഡി വന്നു. പിന്നെ അത്ര കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. 145 എന്ന് കിട്ടും. എല്ലാ ആംഗിളും കിട്ടി. ഫോഴ്സുകൾ ഇവിടെ നമുക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാലോ. ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അൺനോൺ വാല്യൂ ആയിട്ടുള്ളത് പി ബി സി പി എ ബി ആണ്. അതായത് രണ്ട് ടെൻഷൻ. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പൊ പി ബി സി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യണം. പി എ ബി കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്യണം. അത് കമ്പയർ ചെയ്തേക്കാനാണ് താഴെ കൊടുത്തേക്കണത്. വാല്യൂ പി ബി സിയുടെ വാല്യൂ ഇങ്ങനെ കിട്ടും. ഓക്കെ. ഇനി അതുപോലെ തന്നെ പി ബിയുടെ വാല്യൂ കിട്ടി. അതുപോലെ തന്നെ
നമ്മൾ ഇവിടെയുള്ള ഈ ഒരു സ്ട്രിങ്ങിലുള്ള ടെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് സി കൺസിഡർ ചെയ്യണം. പോയിന്റ് സി കൺസിഡർ ചെയ്തിട്ട് അവിടെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ വീണ്ടും ഫോഴ്സുകൾ വരയ്ക്കുക. ഫോഴ്സുകൾ വരയ്ക്കുക. ഇവിടെ ആംഗിൾ ഇവിടെ ഓൾറെഡി 110 തന്നിട്ടുണ്ട്. ഇത് 90 പറയാം. മൊത്തം 360 തന്നെ. 110 90 ഓൾറെഡി വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 160 എന്നുള്ളത് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് കേസിൽ അപ്ലൈ ചെയ്ത സെയിം മെത്തഡോളജി സെക്കൻഡിൽ അപ്ലൈ ചെയ്യാം, നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ലാമീസ് തിയറത്തിൽ വരുന്ന പ്രോബ്ലംസ്. ചെയ്തു നോക്കുക. കാൽക്കുലേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെയ്തിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ് ആണ്. ഫോഴ്സിനെ റിസോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. രണ്ട് ഫോഴ്സ് അല്ലെങ്കിൽ 3 ഫോഴ്സ് ഒക്കെ കൺകറന്റ് ഫോഴ്സുകൾ വരുമ്പോൾ അത് റിസോൾവ് ചെയ്യുന്ന കേസ്. പിന്നെ ലാമീസ് തിയറം അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ വരാൻ സാധ്യതയുള്ളത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇവിടെ നമ്മളോട് പറയുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനാട്ടോ. അപ്പോൾ അതിനൊരു കുറച്ച് കേസുകളുണ്ട്. ആ കേസുകൾ മാത്രമേ ചോദിക്കുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് കേസാണിത്. എ സ്പിയർ റെസ്റ്റിംഗ് ഓൺ എ ഫ്രിക്ഷൻലെസ് പ്ലെയിൻ സർഫസ്. ഇവിടെ ഒരു സ്പിയർ ഒരു സർഫസിൽ വച്ചേക്കാണ്. അതിന്റെ ഫിഗറാണ് ഈ കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബോഡി അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ കൺസിഡറേഷനിൽ വെച്ചിരിക്കുന്ന ബോഡി, ഫോക്കസിലുള്ള ബോഡി അതേപോലെ തന്നെ എടുത്തു വരിക. സപ്പോർട്ട് കാര്യങ്ങളൊന്നും വരയ്ക്കേണ്ട, ആ ബോഡി മാത്രം എടുത്തു വരിക. ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട് അതവിടെ കാണിക്കുക. വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഇവിടെ നിന്ന് താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ആ വെയിറ്റ് അവിടെ കാണിക്കുക. ഇനി റിയാക്ഷൻ ഫോഴ്സ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. എവിടെ നിന്ന് ആക്ട് ചെയ്യുന്നത്? താഴത്തുനിന്ന് മേലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സും മേലോട്ട് കാണിക്കുക. ഓക്കെ, അത്ര പരിപാടിയുള്ളൂ. ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. ഈ കേസ് നമ്മളൊരു പ്രോബ്ലത്തിൽ ചെയ്ത എ സർക്കുലർ റോളർ ഓഫ് വെയിറ്റ് ഡബ്ല്യു ഹാങ്സ് ബൈ സ്ട്രിങ് ആൻഡ് റെസ്റ്റ് അഗൈൻസ്റ്റ് സ്മൂത്ത് വെർട്ടിക്കൽ വാൾ. ഒരു ബോള് അല്ലെങ്കിൽ ഒരു റോളർ എന്താണ് ഒരു സ്ട്രിങ് വെച്ച് ബിയിൽ നിന്നൊരു സ്ട്രിങ് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുക. അത് ഓൾസോ എവിടെയാണ്? ഒരു വെർട്ടിക്കൽ വാളിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഫോഴ്സുകൾ ആയിരിക്കും? ആദ്യം നമ്മൾ ബോഡി അണ്ടർ കൺസിഡറേഷൻ അതേപോലെ എടുത്തു വരിക. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെയിറ്റ് ഏതാ? ഫോഴ്സ് ഏതാ? വെയിറ്റ് ആണ്. അത് താഴത്തോട്ട് ആക്ട് ചെയ്യും. പിന്നെ സ്ട്രിങ്ങിൽ ടെൻഷൻ ഉണ്ടാവും, അത് മേലത്തോട്ട് ആക്ട് ചെയ്യും. പിന്നെ സി എന്ന് പറയുന്ന പോയിന്റിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സി അകത്ത് നിന്ന് പുറത്തോട്ട് എന്തുണ്ടാവും? റിയാക്ഷൻ ഉണ്ടാവും അല്ലേ? കാരണം ഈ ബോൾ വന്ന് ഇവിടെയാണ് ഇടിച്ച് നിൽക്കണത്. അപ്പോൾ ബോൾ ഇപ്പുറത്തോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തുണ്ടാവും? റിയാക്ഷൻ ആർ ഉണ്ടാവും. അത് മൂന്നും വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ബോഡി ഡയഗ്രായി. ഷേപ്ഡ് ഗ്രൂവ്. ഒരു ഗ്രൂവിൽ ഒരു സ്പിയർ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്പിയറിന്റെ സപ്പോർട്ട് വരുന്നത്, കോണ്ടാക്ട് ഇടുന്നത് ഈ രണ്ട് ഭാഗത്താണ്. അപ്പോൾ സ്പിയർ താഴത്തോട്ട് ഈ രണ്ട് പൊസിഷനിലും താഴത്തോട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൂലം ആ സപ്പോർട്ടിൽ നിന്ന് ഉണ്ടാവും റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ പഠിച്ചേക്കണം കേട്ടോ. ഒരു ബോഡി ചുമ്മാ ഏതെങ്കിലും നിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നിലത്ത് നിന്ന് മേലോട്ട് എന്തുണ്ടാവും? റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ രണ്ട് പോയിന്റിലും റിയാക്ഷൻ ഫോഴ്സ് ആർ ഉണ്ടാവും. തിരിച്ചറിയാനായിട്ട് നമ്മൾ പേര് ആർ ബി എന്ന് പേര് കൊടുത്തു. ഇനി താഴത്തോട്ട് എന്തുണ്ടാവും? വെയിറ്റ് ഉണ്ടാവും, ഡബ്ല്യു. അത് ഇവിടെ കൊടുത്തു. ഇതൊരു പോയിന്റ് വന്ന് കൂട്ടിമുട്ടുന്നുള്ളതും കാണിച്ചു. യൂണിഫോം ലാഡർ ഓഫ് വെയിറ്റ് ഡബ്ല്യു ലീൻസ് അഗെയിൻസ്റ്റ് എ സ്മൂത്ത് വെർട്ടിക്കൽ വാൾ ആൻഡ് റെസ്റ്റ് ഓൺ എ റഫ് ഫ്ലോർ. ശ്രദ്ധിക്കണം, ഒരു ലാഡർ, ഡബ്ല്യു വെയിറ്റുള്ള ഒരു ലാഡർ സ്മൂത്ത് വാളിൽ, സ്മൂത്ത് ആയിട്ടുള്ളൊരു ചുമരയിൽ ചാരി വെച്ചേക്കാണ്. അതിൻ്റെ റെസ്റ്റ് അതുപോലെ നിലത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു റഫ് ആയിട്ടുള്ള ഫ്ലോറാണ്. അപ്പോൾ ഒരെണ്ണം സ്മൂത്ത് എന്നും ഒരെണ്ണം റഫ് എന്നും പറഞ്ഞേക്കുക. അവിടെ തന്നെ എന്തോ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ലാഡർ ഇവിടെ നമ്മൾ വെച്ചേക്കും കേട്ടോ. സ്വാഭാവികമായിട്ടും ലാഡറിന്റെ കറക്റ്റ് സെന്ററിൽ നിന്ന് താഴത്തോട്ട് എന്തുണ്ടാവും? ലാഡറിന്റെ വെയിറ്റ് ഉണ്ട്. അത് ഇവിടെ കാണിച്ചു. ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ ചാരി വെച്ചേക്കുക. അപ്പോൾ അവിടെ എന്തുണ്ടാവും? റിയാക്ഷൻ ഫോഴ്സ് ആർ ഉണ്ടാവും. റിയാക്ഷൻ ഫോഴ്സ് ആർ എ. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്തു കേട്ടോ. ഇനി താഴെ റഫ് ഫ്ലോർ എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഒരു സപ്പോർട്ടേമ ഒരു ബോഡി, ഒരു പർട്ടിക്കുലർ വെയിറ്റുള്ള ഒരു ബോഡി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തുനിന്ന് മേലത്തോട്ട് എന്തുണ്ടാവും? റിയാക്ഷൻ ഫോഴ്സ് ആർ ഉണ്ടാവും. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് മേലോട്ടാ, പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ തന്നെ കറക്റ്റ് ഇങ്ങനെ പോകും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ. ഇവിടെയാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത്, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കടന്നു നോക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് സ്മൂത്ത് സർഫസിന്റെ കേസിലാണ്. റഫ് ഫ്ലോർ വരുമ്പോൾ നമുക്ക് ഇത് കറക്റ്റ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ റഫ് ഫ്ലോറിന് പകരം സ്മൂത്ത് ആയിരുന്നെങ്കിൽ
ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നേരെ മേലോട്ട് വന്നേനെ. പക്ഷെ റഫ് ആയതുകൊണ്ട് റിയാക്ഷൻ ഫോഴ്സ് ആർ ബി ഇവിടെ വരേണ്ട ആർ ബി നേരെ മേലോട്ടാവണമെന്നില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ വരച്ചേക്കണുണ്ടോ? നേരെ മേലോട്ടാണോ? അല്ല, ചെരിഞ്ഞായിരിക്കണം. അപ്പൊ അപ്പൊ അത് എങ്ങനെ ചെരിഞ്ഞ് ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. അത് ചെരിഞ്ഞായിരിക്കണേന്ന് അറിയാം, നേരെ അല്ലാന്ന് അറിയാം. റഫ് ഫ്ലോർ ആയതുകൊണ്ട് നേരെ അല്ലാന്ന് അറിയാം, പക്ഷെ എങ്ങനെ ചെരിഞ്ഞിരിക്കണമെന്ന് അറിയില്ല. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെരിഞ്ഞായിരിക്കണം ഇരിക്കേണ്ടത്. അതേപോലെ ഇത് ചെരിഞ്ഞിരിക്കുമ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ എവിടെ വന്ന് മീറ്റ് ചെയ്യണം? ഈ പോയിന്റ് സിയിൽ വന്ന് മീറ്റ് ചെയ്യണം. കാരണം എന്നാലാണ് ഈ ഒരു ലാഡർ, ഈ ഒരു ഏണി ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം ഒരു സിംഗിൾ പോയിന്റിലൂടെ പാസ് ചെയ്താൽ, ഈ ഫോഴ്സുകളൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോഴ്സുകളൊക്കെ ഒരു സിംഗിൾ പോയിന്റിൽ വന്ന് മീറ്റ്, സി എന്ന് പറയുന്ന സിംഗിൾ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് ഇക്വിലിബ്രിയത്തിലാന്ന് പറയാൻ പറ്റുള്ളൂ. ഇക്വിലിബ്രിയത്തിലാണെങ്കിലാണ് ആ ഏണി മറഞ്ഞാടാതെ കറക്റ്റായിട്ട് അവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ റഫ് ഫ്ലോർ വന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു വ്യത്യാസം വന്നത്. ടു സ്പിയർ S1 ആൻഡ് S2 പ്ലേസ്ഡ് ഇൻ എ വെസൽ. രണ്ട് സ്പിയർ S1 ആൻഡ് S2 ഒരു വെസലിൽ ഇറക്കി വെച്ചേക്കുവാണ്. വരയ്ക്കുക, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. എങ്ങനെയാ? ഇവിടെ ഞാൻ വരച്ചിട്ട് കേട്ടോ. ഈ രണ്ട് സ്പിയറിനെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് വരച്ച് വെച്ചേക്കുക. ഒന്നെന്താ, വെയിറ്റ് താഴത്തോട്ടുണ്ടാവും, വെയിറ്റ് താഴത്തോട്ട് വരച്ചിട്ടുണ്ട്. പോയിന്റ് കയ്യിൽ റിയാക്ഷൻ ഉണ്ടാവും, റിയാക്ഷൻ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ചെറിയ ബോളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കണേ. ഈ ചെറിയ ബോളിന്റെ മേലെ ഇവിടെ വലിയ ബോൾ ഇരിക്കുന്നുണ്ട്. ആ വലിയ ബോളിൽ നിന്ന് താഴത്തോട്ട് ഒരു ഫോഴ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് നമ്മൾ എന്തെന്ന് കൊടുക്കും? ആർ ഡി എന്ന് കൊടുക്കും. റിയാക്ഷൻ ഫോഴ്സ് ആർ ഡി, അതാണ് ഈ കൊടുത്തേക്കണം. ഇനി അടുത്ത ബോൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ബോളിന് W2 വെയിറ്റ്, W2 താഴത്തോട്ടുണ്ട്. ഈ ചുമരിൽ ഇവിടെ മുട്ടിയിരിക്കണോണ്ട് ഇവിടെ റിയാക്ഷൻ ഉണ്ട്, ആർ സി. ഇനി ഇവിടെയും കോണ്ടാക്ട് ഉണ്ട് അല്ലേ? രണ്ട് ബോൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഈ ബോൾ തമ്മിൽ ഒരു ഫോഴ്സ് എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റിയാക്ഷൻ, ഇപ്പുറത്തോട്ടുള്ള റിയാക്ഷൻ. ആ റിയാക്ഷനാണ് ആർ ഡി. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇനി ഈ രണ്ട് ഫിഗറും കൂടെ നമ്മൾ ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് വരയ്ക്കും. അവിടെ രണ്ട് ബോളിന് സെപ്പറേറ്റ് ആയിട്ടല്ല വരച്ചേ, അത് കൂട്ടിച്ചേർത്ത് വരയ്ക്കും. വേറൊന്നുമില്ല, ഈ സംഭവം ആയിരുന്നേ പോലെ തന്നെ അങ്ങ് വരച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ബാക്കി എല്ലാ ഫോഴ്സും വരും. പിന്നെ ഇവിടെ ഒരു ആർ ഡി ഉണ്ടായിരുന്നു മേലോട്ട്, അതുപോലെ താഴത്തോട്ട് ഒരു ആർ ഡി ഉണ്ടായിരുന്നു. അത് രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോയതുകൊണ്ടാണ് ഇവിടെ വരയ്ക്കാത്തത്. കാരണം രണ്ടിന്റെ വാല്യൂ ആർ ഡി ആണ്, പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കാത്തത്. മൊഡ്യൂൾ 1 മെയിനായിട്ട് പഠിക്കാനുള്ളത്, ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടെ സത്യം പറഞ്ഞാൽ മൊഡ്യൂൾ 1 ബാലൻസ് ഉണ്ട്. അതായത് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. പക്ഷെ അത് മൊഡ്യൂൾ 2 ഒരു പാർട്ടാണ് ശരിക്കും. മൊഡ്യൂൾ 1 തുടങ്ങി വെക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 1 ഈ ഒരു ലാസ്റ്റ് ഭാഗം മൊഡ്യൂൾ 2 ഭാഗം പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം 3 ടോപ്പിക്കാണ് മൊഡ്യൂൾ 1 കവർ ചെയ്തത്. റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സും, ലാമീസ് തിയറം, അതുപോലെ തന്നെ ഫ്രീ ബോഡി ഡയഗ്രം.